മുഹമ്മദ് റാഷിദ് ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലാണല്ലോ ഉള്ളത്. ക്യാമ്പുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ മാറ്റാനാകും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ താൽക്കാലിക താമസം, സ്ഥിരമൊരു താമസം എന്നുള്ളത് ടൗൺഷിപ്പ് എന്നൊരു ആശയമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനല്പം സമയമെടുക്കും. അപ്പോൾ താൽക്കാലികമായ താമസ സൗകര്യങ്ങൾ എന്നുള്ളത് ഏത് രൂപത്തിലാവണമെന്നുള്ളതിൽ നിങ്ങൾക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ. എന്താണ് പറയാനുള്ളത് മുഹമ്മദ് റാഷിദ്? മാഡം, ഞങ്ങൾ താൽക്കാലിക താമസ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കൾ പഠിക്കുന്നുണ്ട്. എൻ്റെ മൂത്ത കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം, പിന്നെ അടുത്ത് മദ്രസ, സ്കൂള്, പിന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു പേടിയുള്ള മനസ്സിലുള്ളതുകൊണ്ട് മലമ്പ്രദേശത്തൊന്നും താമസിക്കൽ ഇനി നടക്കൂല. ശരിക്ക് എന്താ പറയുക, ഉറങ്ങിയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായി. ഈ ഉറക്കം കണ്ണിൽ വരുമ്പോൾ തന്നെ ഈ എവിടേക്കും വീഴുന്നതായിട്ടോ പാറകളൊക്കെ ഉരുണ്ട് വരുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇനിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ശരിക്ക് നല്ലോണം ആലോചിച്ചിട്ടേ വേറൊരു പാർപ്പിടത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്രത്തോളം ഞാനും ഫാമിലിയും ഞങ്ങൾ നാട്ടുകാരെല്ലാവരും പേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം സൗകര്യങ്ങളുള്ള, ഒരുപാട് സൗകര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒന്ന് തലചായ്ക്കാനുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഇടമാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. റാഷിദ് ഇപ്പോൾ മുണ്ടക്കെ സ്വദേശിയാണല്ലോ. അപ്പോൾ എന്തൊക്കെ നഷ്ടങ്ങളാണ് റാഷിദിന് സംഭവിച്ചത്? നഷ്ടമായത് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടമാണ്. നാടൻ നഷ്ടമായി മാഡം, നാട് നഷ്ടമായി. പിന്നെ കുടുംബത്തിൽ നിന്ന് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, പിന്നെ വല്യുപ്പ, അനിയന്, പിന്നെ ഉമ്മാൻ്റെ ആങ്ങള, വൈഫ്, 2 മക്കൾ, പിന്നെ ഒരുപാട് ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, പിന്നെ നാട്ടിലുള്ള എല്ലാവരും പരസ്പരം, ആ നാടെന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം പിന്നെ ബന്ധുക്കളാണ് മാഡം. ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നും. അത് ചെറിയൊരു പ്രദേശമാണെങ്കിലും ഒരുപാട് നല്ല മനുഷ്യരുള്ളതാണ്. രാവിലെ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിക്കൊക്കെ അവിടെ എസ്റ്റേറ്റ് ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർ രാവിലെ നേരത്തെ തന്നെ അങ്ങാടിയിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും പരസ്പരം കണ്ട് സംസാരിച്ച്, അവിടെ ഒരു ജാതിയോ മതമോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത ഏരിയ, അത്രക്കും സൗഹൃദപരമായിട്ട് ജീവിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അടുപ്പമുണ്ട്. എന്താഘോഷങ്ങളായാലും ഒന്നിച്ച് ആഘോഷിക്കുന്ന, എന്നാൽ എന്താ പറയുക, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തൊരു നാടാണ്. അങ്ങനത്തെ ഒരു നാടിന് വീടെടുക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. എന്നാലും എന്താ പറയുക, ആ മനുഷ്യരെ കൂട്ടി യോജിപ്പിച്ചൊരു പുനരധിവാസമാണ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമോ എന്നുള്ളത് സർക്കാരിൻ്റെ കയ്യിലാണ്. പിന്നെ മുഹമ്മദ് റാഷിദ്, ഇപ്പോൾ ഈ ടൗൺഷിപ്പ് എന്നുള്ള ആശയത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ടൗൺഷിപ്പ് എന്ന ആശയം ആ രൂപത്തിൽ തന്നെയാണെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ താൽക്കാലിക സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങൾ, പൂട്ടിക്കിടക്കുന്ന വീടുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കൂടി ലഭ്യമാക്കുന്ന രീതിയിൽ ആലോചിക്കുന്നു. അങ്ങനെ സന്നദ്ധരായ ആളുകൾ അത്തരം വീടുകൾ നൽകുകയാണെങ്കിൽ അതും ഒരു ആശയമായി മാറും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. ഈ ക്യാമ്പുകളുടെ അവസ്ഥ എന്താണ് റാഷിദ്? ക്യാമ്പുകളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന 2-3 ദിവസങ്ങളിലൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഭക്ഷണവും താമസവും, പിന്നെ ഒരു റൂമിൽ 12-15 പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. കാരണം നമ്മളെല്ലാം നഷ്ടപ്പെട്ട് വന്നിരിക്കുമ്പോൾ നമുക്ക് തലചായ്ക്കാനൊരു ഇടം കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മളെ ചെറിയ മക്കളുള്ളത്, അതിൻ്റെ ഒരു ഏറ്റവും മൂത്ത മോനിക്ക് 6 വയസ്സും 2ാമത്തെ മോനിക്ക് 3, പിന്നെ ഒരു 1.5 വയസ്സുള്ള മോനാണ്. അപ്പോൾ ചെറിയ മക്കളെ കൊണ്ട് ഇവിടെ ക്യാമ്പിൽ നിൽക്കുന്നത് അസൗകര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാലും കിട്ടിയ സൗകര്യം അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ എന്താ വെച്ചാൽ ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഉണ്ട്, ക്യാമ്പിലുണ്ട്. എന്നാലും ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഉള്ളൊരു അസ്വസ്ഥത, അതായത് ആദ്യം ഉണ്ടായിരുന്ന വളണ്ടിയേഴ്സ് ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അവർക്കും അവരുടേതായ ജീവിതം ഉണ്ടാവും, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷെ എന്താ പറയുക, ക്യാമ്പിൽ ഇപ്പോൾ ഈ പോകെ നമുക്ക് വേണ്ട ആവശ്യമായുള്ള സാധനങ്ങളുടെ ലഭ്യത അതായത് നമുക്ക് ഇപ്പോൾ സ്ത്രീകൾക്കായാലും നമുക്ക് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ അളവിന് കിട്ടിക്കോളുന്നില്ല. കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇടും, അതൊന്നും വിഷയമല്ല. അതൊന്നും നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടുന്ന ഒരു തുണി കിട്ടിയാൽ അത് വലിയ റാഹത്താണ്, അതിൽ സന്തോഷം തന്നെയാണ്. പിന്നെ എന്നാലും കുഴപ്പമില്ല, എല്ലാം കൊണ്ടും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റബിളാണ്. നമുക്കത് കുഴപ്പമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന നിലയിൽ
നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇനി ഈ പുനരധിവാസം എന്ന് പറഞ്ഞല്ലോ മാഡം, പിന്നെ വാടക വീടുകളിലേക്ക് അതിലൊരു വലിയൊരു വിഷയം പ്രതിസന്ധി മുമ്പിലുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒരു ഏലം കർഷകനാണ്. ഏലം കൃഷി ചെയ്ത് അവിടെ കുറച്ച് പണിക്കാരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വർക്കാണ് എനിക്ക്. അപ്പോൾ നമ്മൾ ആ ഏലം കുറച്ച് ഭാഗമെങ്കിലും ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു പണി കൃഷിപ്പണിയാണ്. കൃഷിപ്പണിയിലാണ് താല്പര്യം. പിന്നെ വേറെ എവിടേക്കെങ്കിലുമൊക്കെ താമസം, ഇപ്പോൾ നമ്മൾ ഈ പരിസര പ്രദേശത്തൊന്നും വീട് കിട്ടാനില്ല എന്നാണ് അറിഞ്ഞത്. ഒരുപാട് 2 ദിവസമായിട്ട് ഇപ്പോൾ അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വീട് കിട്ടാനില്ല. അപ്പോൾ കുറച്ച് ദൂരെ കൽപ്പറ്റ ആ ഭാഗത്തൊക്കെ ആകുമ്പോൾ അവിടെ നിങ്ങൾ ജോലിക്ക് വരേണ്ട ഒരു പ്രയാസമുണ്ട്. പിന്നെ വേറൊരു ജോലിക്ക് പോകാൻ എന്താ പറയുക, അതൊക്കെ ഒന്ന് പരിചിതമായി വരണമെങ്കിൽ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവും. പിന്നെ ഫാമിലിക്കാകെ തകർന്ന് കിടക്കുകയാണ്. ഒരു ചെറിയ മക്കളായാലും ഉരുളുപൊട്ടൽ ഈ ഒരു സാഹചര്യം കണ്ട് ഒരു തളർന്ന് കിടക്കുകയാണ് മൊത്തത്തിൽ. ആ അവസ്ഥയിലാണ്. അപ്പോൾ ഓരെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാനൊക്കെ ഒരു പ്രയാസമാണ്. പിന്നെ എന്താ വരുന്നതെന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ മരണത്തിന് മുമ്പ്, അതായത് 2ാമത്തെ ഉരുൾ പൊട്ടുന്ന സമയത്തൊക്കെ ഞാൻ മക്കളെയും ഭാര്യനെയും കൂട്ടിപ്പിടിച്ച് മരിച്ചു എന്നുള്ളൊരു നിലക്ക്, എല്ലാം കഴിഞ്ഞു എന്നുള്ള നിലക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജീവൻ തന്ന ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ ആ ഒരു മനസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു മനസ്സങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്, ആ ഒരു നിലയിലായിട്ടുണ്ട്. എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണ് എന്നാണ് ഞാൻ പറയാനുള്ളത്.